ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഫ്രൈഡ് ബൺ ഷവർമയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്ന ഷവർമ മസാലയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബൺ പോലെ തന്നെ ഉണ്ടാവും. രുചി അതിനേക്കാളും നല്ല രുചിയുള്ളൊരു ബണ്ണാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ ഇളം ചൂടുള്ള പാലാണ് ഞാൻ ചേർക്കുന്നത്. പാലിൻ്റെ ചൂട് കൂടാൻ പാടില്ല, എന്നാൽ തണുത്ത പാലും ചേർക്കരുത്. ഒരു ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം കൊണ്ട് ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. ഈസ്റ്റ് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഈ മൈദയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് മതിയാവില്ല, നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പാൽ ആവശ്യമുണ്ട്. അതും ഞാൻ ഈസ്റ്റ് ചേർത്ത ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ മൊത്തം 1/2 കപ്പ് പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തം ഈ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. അത് ഇതിന് കറക്റ്റ് അളവാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം ഉണ്ടാവും, എന്നാലും 1/2 കപ്പ് പാല് മതിയാവുമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ കൂടുതൽ കട്ടിയാവാൻ പാടില്ല, കുറച്ച് സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കയ്യിൽ കുറച്ച് എണ്ണ ഇതുപോലെ എടുത്തിട്ട് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മാവ് ഡ്രൈ ആയി പോവാതെ ഇരുന്നോളും. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം കൊണ്ട് ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത്രയും സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോഗ്രാം ചിക്കൻ എല്ലോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ ചിക്കൻ എല്ലോട് കൂടിയിട്ട് എടുത്താലും കുഴപ്പമില്ല. നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് എല്ലൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളകും ഗാർലിക് പൗഡറും ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മുളക് പുരട്ടി വെച്ച് ചിക്കൻ മുഴുവനും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലൊക്കെ മുഴുവൻ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വരെ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്,
ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും കുക്കുംബറും ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. വീട്ടിലുണ്ടാക്കിയ മയണൈസാണ്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ വീട്ടിലുണ്ടാക്കിയ മയണൈസാണ്. 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കൊരു ചെറിയ ഉരുള എടുക്കാം. നമ്മൾ ബട്ടൂരയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നില്ലേ, അത്രയും വണ്ണത്തിലുള്ളൊരു ഉരുള എടുക്കുക. അതിനുശേഷം കയ്യിലൊരല്പം എണ്ണ തടവുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിങ്ങനെ നേരിയതായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം. ഇത് റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നേരിയതാക്കി എടുക്കുക. നമുക്ക് പറ്റുന്ന അത്രയും നേരിയതാക്കുക, കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം വണ്ണം വെച്ച് വരും. അതുകൊണ്ട് കുറച്ചധികം തന്നെ നേരിയതാക്കി എടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര അധികം വെക്കാൻ പറ്റുന്നോ അത്രയും അധികം ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. കാരണം ഈ ബൺ നല്ലോണം പൊങ്ങി വലുതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ലിംഗ് നമ്മൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് തീരെ ഫില്ലിംഗ് ഇല്ലാതെ ബൺ മാത്രമായിട്ട് കഴിക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്നു അത്രയധികം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇത് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ഇത് ഒട്ടിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടും തോറും പിന്നെ അതൊന്ന് ഇളകി വരുന്നത് പോലെ തോന്നും. 2-3 പ്രാവശ്യം നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുമ്പോഴേക്കും അതങ്ങ് ശരിയായിക്കോളും. ഇപ്പോൾ ഞാനിത് ഒരെണ്ണം നന്നായിട്ട് ഒട്ടിച്ചെടുത്ത് നല്ല ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കൈവെള്ളയിൽ വെക്കുന്ന സമയത്ത് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ ബണ്ണാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം വലുതായിട്ട് വരും. അതുകൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം ചെറുതായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മുഴുവൻ ബണ്ണ് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ ബണ്ണ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ഈ ബണ്ണ് ഒന്നുകൂടി നന്നായിട്ട് പൊങ്ങി വരും. മുഴുവൻ ബണ്ണും ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 9 ബണ്ണാണ് ഇത്രയും മാവ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആദ്യം ഉണ്ടാക്കിയ ബണ്ണൊക്കെ നല്ലോണം വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മളൊരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും മുഴുവൻ ബണ്ണും നല്ല വണ്ണം വെച്ചിട്ട് വരും. അതിനുശേഷം ഫ്രൈ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇനി നമുക്കിതിന് വേണ്ടത് കുറച്ച് പാലാണ്. ഒരു 1/4 കപ്പ് വരെ പാൽ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് റെഡിമെയ്ഡോ അല്ലെങ്കിൽ വീട്ടിൽ ബ്രെഡ് പൊടിച്ചിട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഓരോ ബണ്ണും എടുത്തിട്ട് ആദ്യം ഈ പാലിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് മുട്ടയും എടുക്കാവുന്നതാണ്. പക്ഷേ മുട്ടയേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ലത് ഇതിന് പാലാണ്. അപ്പോൾ പാലിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിൽ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ മുഴുവൻ ബണ്ണും നമുക്ക് പാലിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ബൺ ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ ചീനച്ചട്ടിയിൽ 3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. കാരണം ഈ ബൺ നല്ലോണം വണ്ണം വെച്ച് വരുന്ന ബണ്ണാണ്. അപ്പോൾ ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവാതെ ആയിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ എണ്ണ ചൂടാകുന്നവരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം. ചൂടായതിന് ശേഷം ബണ്ണിടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചു എന്ന് വെച്ചിട്ട് പൊങ്ങാതെയൊന്നും ഇരിക്കില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് പൊങ്ങാതെ ആയിപ്പോന്നുള്ള പേടിയൊന്നും വേണ്ട. ലോ ഫ്ലെയിമിലാണെങ്കിലും നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടും. ഇത് ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം.
കണ്ടില്ലേ, ഒരു വശം നല്ല കളറായി മാറിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബണ്ണിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. രണ്ട് ഭാഗവും നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ മുഴുവൻ ബണ്ണും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ബൺ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ബണ്ണിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഇതേപോലെ നിറയെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ബണ്ണ് ഇത്രയും വലുപ്പം വെക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന അത്രയും അധികം ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രുചിയുള്ള ബണ്ണും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല രുചിയുള്ളൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ സ്നാക്സ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്